കൂപ്പുകരങ്ങളോടെ അൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. സ്വർഗം നമുക്ക് ഈ നയനങ്ങൾ തന്നത് സ്വർഗത്തെ ദർശിക്കാനാണ്. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ദർശന സുഖം ഈ കണ്ണുകൾ തന്നവനെ ദർശിക്കാൻ പറ്റുന്നതാണ്. ഇതാ നിന്റെ നയനങ്ങൾ ലോകം മുഴുവനെയും സൃഷ്ടിച്ചവനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം. ഇതാ നിന്റെ നയനങ്ങൾ നിന്നെ സൃഷ്ടിച്ചവനെ ദർശിക്കുന്ന നിമിഷം. ഇതാ നിന്റെ നയനങ്ങൾ നിന്നെ സ്നേഹിച്ചവനെ നീ ദർശിച്ചു കൊണ്ടിരിക്കുന്നു. തമ്പുരാനെ, ഈ നിമിഷങ്ങളിൽ നിന്നെ ദർശിച്ചുകൊണ്ട് കർത്താവിനെ ദർശിക്കാന്ന് പറഞ്ഞാൽ സ്വർഗം ദർശിക്കുകയാണ്. സ്വർഗമാണ് ഈ ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞ കർത്താവ് ഇതാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. ഈ അപ്പത്തിൽ അവൻ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലായിരിക്കുന്ന നിമിഷം. എന്തിനാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടിയാണ്. എന്തിനാണ് സ്വർഗം വിട്ട് യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടിയാണ്. ഇതാ ഈ നിമിഷങ്ങളിൽ നമ്മെ സ്വർഗത്തോളം ഉയർത്തുന്ന നിമിഷമാണ്. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗം, നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ മക്കളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തെ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഈശോയെ ആരാധിക്കുന്ന സമയമാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാം. കൈകൊട്ടിയോ കരങ്ങളടിച്ചോ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ചോ ആടിപ്പാടിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ആരാധിക്കാം. പക്ഷെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മൾ ആരാധിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ദൈവത്തെ ആരാധിക്കുമെന്നല്ലേ വചനം പറയുന്നത്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കുമ്പോൾ എല്ലാം മറക്കാം. കാരണം നമ്മൾ സ്വർഗീയ അനുഭവത്തിലേക്ക്, അനുഭൂതിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് ആരാധന നിമിഷം. അങ്ങനെ ആരാധിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ആരാധിക്കുന്ന സമയത്ത് നമുക്ക് ജോലിയില്ലാത്ത കാര്യവും നമ്മുടെ വിവാഹം നടക്കാത്ത കാര്യവും നമ്മുടെ ശാരീരിക രോഗങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ സ്വർഗത്തിൻ്റെതല്ലാത്തതെല്ലാം നമ്മൾ ഇന്ന് മാറ്റപ്പെടുകയും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഈ നിമിഷങ്ങളിലൊക്കെ സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ സൗഖ്യങ്ങൾ, വിടുതലുകൾ, കൃപ എല്ലാം നമ്മുടെ മേൽ വർഷിക്കപ്പെടും. നമ്മുടെ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങളെല്ലാം ദൈവിക സാന്നിധ്യം ഇറങ്ങിക്കൊള്ളും. അതേക്കുറിച്ചൊന്നും ഈ നിമിഷം ചിന്തിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നാളെയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആകുലപ്പെടേണ്ട. ഈ നിമിഷം നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഈ നിമിഷം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗീയ അനുഭവത്തിലായിരിക്കാൻ പരിശ്രമിക്കാം. ആരെയും ശ്രദ്ധിക്കേണ്ട, അടുത്ത് നിൽക്കുന്ന ആരാണെന്ന് നോക്കണ്ട. അപ്പനോ അമ്മയോ ആകട്ടെ, നിനക്ക് ആത്മാവ് എങ്ങനെ പ്രേരണ തരുന്നുവോ ദൈവത്തെ സ്തുതിക്കാൻ അങ്ങനെ സ്തുതിച്ചോളുക. നിനക്ക് ആത്മാവ് എങ്ങനെ പ്രചോദനം തരുന്നുവോ ദൈവത്തെ അങ്ങനെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. ദുഃഖത്തിലാണെങ്കിൽ അങ്ങനെ, ഹൃദയം കൊണ്ടാണെങ്കിൽ ഹൃദയം കൊണ്ട്, കൈകൊട്ടിയാണെങ്കിൽ അങ്ങനെ, തുള്ളിച്ചാടിയാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണേലും ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ടു തുറന്ന് കർത്താവിനെ കാണാം. ഇവൻ ആരാധനയ്ക്ക് യോഗ്യനായ, ഇവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. ഇവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇന്ന് വിശ്വാസത്തിൽ കാണുന്നവനെ, മോനെ നീ നാളെ നിത്യതയിൽ കണ്ടുമുട്ടും. അതുറപ്പാണ്. മറ്റൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നാളെ സൂര്യൻ ഉദിക്കോ ഇല്ലെന്നൊന്നും നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഇല്ല. നാളെ നമ്മുടെ ജീവിതം ഉണ്ടോ ഇല്ലെന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. അന്ന് ദൈവത്തെ ആരാധിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. ഇതാ ഭൂമിയിൽ നമ്മൾ കർത്താവിനെ ദർശിക്കുന്ന സമയം. എന്തേ ആ സ്വർഗീയ ദർശനം നമുക്കിന്ന് സ്വന്തമാക്കിക്കൂടാ? എന്തേ ആരാധനയുടെ ജീവിതം നമുക്കിന്ന് നയിച്ചുകൂടാ? പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഹൃദയം കൊണ്ടൊന്ന് സ്തുതിക്കാവോ? ഏതാനും നിമിഷം ഹൃദയം കൊണ്ട്, അധരം കൊണ്ടൊക്കെ ഈശോ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു? ഹല്ലേലൂയ പറഞ്ഞോ. യേശുവേ നന്ദി. എങ്ങനെ വേണമെങ്കിലും ദൈവത്തെ സ്തുതിക്കട്ടെ. ഭാഷാവരമുള്ളവര് ഈ നിമിഷം ഭാഷാവരത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങളടിച്ച് ആടിപ്പാടി ആനന്ദത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഇതാ ഈ അൽത്താരയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, സ്വർഗീയ ഗണങ്ങൾ മുഴുവനും ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. മാലാഖ വൃന്ദങ്ങൾ മുഴുവനും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. എവിടെയൊക്കെ ദിവ്യകാരുണീശോയുടെ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എവിടെയൊക്കെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമാണോ അതാണ് സ്വർഗം. ആ സാന്നിധ്യത്തിൽ വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്. സ്വർഗീയ ഗണങ്ങൾ മുഴുവനും ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. ആ സ്വർഗീയ ഗണത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടാം. യേശുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു. ആമേൻ. കണ്ണുനീരിൽ നോവനീരും ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു. കണ്ണുനീരിൽ നോവനീരും ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു. ആനന്ദത്താൽ ആർത്തുപാടി ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു. കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു.
ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷം ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 യേശുവേ